ടെൻഷനോടെയാണെങ്കിലും ദേവ്യാനിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. പുറത്ത് ജാനകിയും ജലജയും അനാമികയും എല്ലാം എത്തിയിട്ടുണ്ട്. അങ്ങനെ ജയൻ ആദർശിനോട് ചോദിക്കുകയാണ്, മോനെ കുറേ സമയമായല്ലോ ദേവ്യാനിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട്. ഡോക്ടേഴ്സിനെ ആണെങ്കിൽ പുറത്തേക്ക് കാണുന്നുമില്ല. അച്ഛാ, ഇത് വലിയ ഓപ്പറേഷനാണ്, ഒരുപാട് സമയമെടുക്കും. ഡാനിയുടെ ഓപ്പറേഷൻ പോലെ അത്ര പെട്ടെന്ന് കഴിയില്ല. എന്നാലും മോനെ, ഓപ്പറേഷന് പറഞ്ഞ സമയം കഴിഞ്ഞില്ലേ? അച്ഛൻ ടെൻഷൻ ആകണ്ട, എല്ലാം നല്ലതുപോലെ തന്നെ നടക്കും. ഒരു ഭാഗത്തായി ജാനകിയും ജലജയും അനാമികയും നിൽക്കുന്നുണ്ട്. ജാനകി, ഏട്ടത്തിയെ ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോയിട്ട് ഒരുപാട് സമയമായില്ലേ, എന്താണ് ഇപ്പോഴും കഴിയാത്തത്? അതെ ജലജ, ഞാനും ആ കാര്യം തന്നെയാണ് ആലോചിച്ച് നിൽക്കുന്നത്. അമ്മേ, ഇനി വല്യമ്മയ്ക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടാവുമോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല അനാമിക മോളെ, ഏട്ടത്തി ഒരു കുഴപ്പവുമില്ലാതെ തന്നെ തിരിച്ചു വരും. ആ സമയം ജലജ ഏട്ടന്റെ ആദർശിന്റെ ഇരിപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ല. എല്ലാത്തിനും കാരണം ആ നയനയാണ്. ആലോചിക്കുമ്പോൾ എനിക്ക് അവളെ കൊല്ലാനുള്ള ദേഷ്യം വരും. ഞാൻ അവളെയാണല്ലോ ഇത്രയും കാലം വിശ്വസിച്ചത്. എങ്ങനെയാണ് അവൾക്ക് ഇങ്ങനെ ക്രൂരത ചെയ്യാൻ കഴിയുന്നത് എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. ആ സമയം ഡോക്ടർ അങ്ങോട്ട് വരികയാണ്. അങ്ങനെ ആദർശം ജയനും ആകെ ടെൻഷനോടെ ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണ്. ഡോക്ടർ, എൻ്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ആ സമയം ആദർശം ചോദിക്കുന്നുണ്ട്, എന്താ ഡോക്ടർ ഒന്നും മിണ്ടാത്തത്? ആ സമയം ഡോക്ടർ പറയുന്നുണ്ട്, ഒന്നും പറയാനായിട്ടില്ല, ഓപ്പറേഷൻ എല്ലാം സക്സസ് ആയിട്ട് കഴിഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് പ്രയാസങ്ങൾ വന്നു. ആ സമയം ആദർശ് പറയുന്നുണ്ട്, എന്താ ഡോക്ടർ, എന്താണ് എൻ്റെ അമ്മയ്ക്ക് പറ്റിയത്? എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ദേവ്യാനിക്ക് ബോധം തെളിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റുകയുള്ളൂ. ഈ എല്ലാം ഈശ്വരൻ്റെ കയ്യിലാണ്, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ആദർശാണെങ്കിൽ ആകെ സമനില തെറ്റിയതുപോലെ ആവുകയാണ്. ഡോക്ടർ, എൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അവസാന നിമിഷം ഡോക്ടർ ഇങ്ങനെ പറയരുത്. എൻ്റെ അമ്മയെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണോ? ഇനി നിങ്ങൾക്ക് പണമാണ് ആവശ്യമെങ്കിൽ അത് എത്ര വേണമെങ്കിൽ ഞാൻ തരാം. എങ്ങനെയെങ്കിലും എൻ്റെ അമ്മയെ രക്ഷിക്കണം. ആ സമയം ഡോക്ടർ പറയുന്നുണ്ട്, ആദർശ്, നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ ഒരിക്കലും പണത്തിന് വേണ്ടി ജീവൻ വെച്ച് കളിക്കാറില്ല. പണം കിട്ടിയാൽ നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ പറ്റുമോ? പണം കൊണ്ട് സാധിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട് ആദർശ് എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. ആദർശ്, ഇപ്പോഴും സാധ്യത നഷ്ടപ്പെട്ടു എന്നല്ല ഞാൻ പറയുന്നത്. ഓപ്പറേഷന് ചില ബുദ്ധിമുട്ടുകളുണ്ടായി, സാധാരണ ഇങ്ങനെ ഉണ്ടാകാറുള്ളതല്ല. എന്തായാലും ആദർശ് കുറച്ച് സമയം കൂടി കാത്തിരിക്കൂ എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. ഡോക്ടർ, എങ്ങനെയാണ് സമാധാനത്തോടെ ഞാൻ ഇവിടെ ഇരിക്കുന്നത്? എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണാൻ പറ്റുമോ? ആദർശ്, നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും, പക്ഷെ ഇപ്പോൾ എന്തായാലും കാണാൻ പറ്റില്ല. ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ദേവയാനി ജീവിതത്തിലേക്ക് വരുമെന്ന് തന്നെയാണ്. നമുക്കെന്തായാലും പ്രതീക്ഷ കളയാതെ കാത്തിരിക്കാം. ഇതേ സമയം ജാനകി ചോദിക്കുന്നുണ്ട്, ഏട്ടത്തിക്ക് എന്താണ് പറ്റിയത്? എന്നാൽ മറുത്തൊന്നും പറയാതെ ആദർശം ജയനും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അതേസമയം ജലജ ചോദിക്കുന്നുണ്ട്, ഏട്ടാ, ഇപ്പോഴെന്താ ഡോക്ടർ പറഞ്ഞിട്ട് പോയത്? ആ സമയമാണ് അജയനും അനി അങ്ങോട്ട് വരുന്നത്. ആദർശ്, എന്തു പറ്റിയേടാ? ഇളയച്ച എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് അജയനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അപ്പോൾ അജയൻ ചോദിക്കുന്നുണ്ട്, ഏട്ടാ, എന്താണ് പറ്റിയത്? ആരെങ്കിലും ഒന്ന് തുറന്നു പറ. ജാനകി, എന്താണ് പറ്റിയത്? എനിക്കൊന്നും അറിയില്ല, ഏട്ടനോട് ചോദിച്ചിട്ട് ഒന്നും പറയുന്നുമില്ല. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒന്നും പറയേട്ടാ. കേട്ട് ആദർശ് പറയുന്നുണ്ട്, അമ്മയുടെ ഓപ്പറേഷൻ എല്ലാം സക്സസ് ആയി, പക്ഷേ അമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ഈശ്വര, മാലയിട്ട് പ്രാർത്ഥിച്ചിട്ടും നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? ആദർശ് പറയുന്നത് കേട്ടിട്ട് ജലജിയാണെങ്കിൽ ഉറക്കെ കരയാൻ ഒരുങ്ങുകയാണ്. അത് കേട്ട് അജയൻ പറയുന്നുണ്ട്, ജലജി, നീ ഒന്നും മിണ്ടാതിരുന്നേ, ഏട്ടത്തിക്ക് ഒന്നും സംഭവിക്കില്ല. അതുമാത്രമല്ല, ഇത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുൻഭാഗമാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ കരയാനൊന്നും പറ്റില്ല, അതുകൊണ്ട് മിണ്ടാതിരിക്കേ. ഏട്ടൻ ടെൻഷൻ അടിക്കേണ്ട, ഏട്ടത്തിക്ക് ഒന്നും സംഭവിക്കില്ല. അത് കേട്ട് അനി പറയുന്നുണ്ട്, അതേ വല്യച്ഛ, വല്യമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ആ സമയം അജയൻ പറയുന്നുണ്ട്, അനി, നീ ഇവരുടെ കൂടെ നിൽക്ക്, ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം. അച്ഛാ, ഞാനും കൂടി വരാം. വേണ്ട, നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം. ഇത് പറഞ്ഞ് അജയൻ ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണ്. ഡോക്ടർ, ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നത് എൻ്റെ ഏട്ടത്തിയാണ്. വരൂ, എനിക്കറിയാം. ഏട്ടത്തിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടർ? ആ കാര്യം ഞാൻ അവിടെ പറഞ്ഞതാണല്ലോ. എന്നാലും ഡോക്ടർ, എല്ലാവരും വലിയ ടെൻഷനിലാണ്. ഏട്ടത്തിക്ക് എന്താണ് പറ്റിയതെന്ന് വ്യക്തമായി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സത്യം പറയാലോ, ഞാൻ ഇതുവരെ നടത്തിയ ഓപ്പറേഷൻസ് എല്ലാം സക്സസ് ആയിട്ടുണ്ട്, പക്ഷേ ഇത് അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്നാൽ ഞാൻ പ്രതീക്ഷിച്ച രീതിയിലല്ല ഓപ്പറേഷൻ നടന്നത്. എന്തായാലും എങ്ങനെയായിരിക്കും വിഷം ഉള്ളിലെത്തിയത്? അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചില്ലേ? ക്രൂരത ചെയ്ത ആളെ വെറുതെ വിട്ടുകൂടാ. എന്തായാലും സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി നോക്കിയതല്ല, ആരാണ് ഈ ചതി ചെയ്തത്? നിങ്ങളാരും അന്വേഷിച്ചില്ലേ? അത് ഈ അവസ്ഥയിൽ നിന്ന് കരകയറിയിട്ട് അന്വേഷിക്കാമെന്ന് കരുതിയതാണ്. എന്നാൽ കാര്യങ്ങൾ ദിവസം കൂടുന്തോറും വഷളാവുകയാണ്. എന്തായാലും ഇത് അന്വേഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൊടും വിഷമാണ് ആ പേഷ്യൻറ്റിൻ്റെ ഉള്ളിലുള്ളത്. എന്തായാലും ദേവയാനിയെ കൊല്ലാൻ ശ്രമിച്ചത് തന്നെയാണ്. ഓപ്പറേഷൻ ചെയ്തപ്പോഴാണ് അത്രയും ദയനീയമായ അവസ്ഥയാണ് ദേവയാനിക്ക്. എന്തായാലും അവർക്ക് ഞാൻ പ്രതീക്ഷ കൊടുത്തിട്ടേ ഉള്ളൂ. ദേവയാനിക്ക് ബോധം തെളിഞ്ഞതിന് ശേഷമേ ബാക്കി കാര്യം പറയാൻ പറ്റുകയുള്ളൂ. എന്നെക്കാളും പേടിയിലാണ് നിങ്ങൾക്ക് പ്രതീക്ഷ തന്ന ഡോക്ടർ എലിസ.
അവർക്ക് എന്നെ അത്രയും വിശ്വാസമായത് കൊണ്ടാണ് ഈ ഓപ്പറേഷൻ എനിക്ക് തന്നത്. പിന്നെ പണം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതല്ല ഒരു ജീവൻ. പണം കൊണ്ട് പല ഡോക്ടർമാരെയും സ്വാധീനിക്കാം, പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ ചെയ്യൂ. അതിനപ്പുറം പണം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ, അപ്പോൾ പ്രതീക്ഷയില്ല എന്നാണോ ഡോക്ടർ പറയുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഇനിയും നന്നായിട്ട് പ്രാർത്ഥിക്കാം ആ കിടക്കുന്ന പേഷ്യൻറ്റിന് വേണ്ടി. നിങ്ങളെല്ലാം മലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ടതല്ലേ? എന്തായാലും ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. എല്ലാം ശരിയാകുമെന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അജയ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അജയ് ആകെ ടെൻഷനോടെ ജയൻ്റെയും ആദർശിൻ്റെയും അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ജയനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഏട്ടൻ എവിടെയും പതറി പോകുന്ന ആളല്ലല്ലോ. വീട്ടിലേക്ക് ഒരു കുഴപ്പവുമില്ല. ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു. പേടിക്കാനൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. ഇനി ഏട്ടത്തേക്ക് ബോധം വന്നാലേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റൂ എന്ന് പറഞ്ഞു. അജയ, എത്രയൊക്കെ പറഞ്ഞാലും സത്യമല്ലാതിരിക്കുമോ? ദേവയാനിയോട് 100 വട്ടം പറഞ്ഞതാണ് ദൈവത്തെ തൊട്ട് കളിക്കരുതെന്ന്. എന്നാൽ ഇതൊക്കെ അയാൾ ചോദിച്ചു വാങ്ങിയതല്ലേ? ഏട്ടാ, എല്ലാവരും നോക്കുന്നുണ്ട്. ആദർശേ, നീ അങ്ങനെ ആകില്ലേടാ. നമ്മൾ ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട്. ഞാൻ വന്നപ്പോൾ തന്നെ അവളെ പോയി കണ്ടു. നമ്മൾ വന്നപ്പോൾ തന്നെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്നാണ് ചോദിച്ചത്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ചെറിയച്ഛ, എന്നിട്ട് നയനയോട് എന്തെങ്കിലും പറഞ്ഞോ? അപ്പോൾ അജയൻ പറയുന്നുണ്ട്, എടാ, ഈ അവസ്ഥയിൽ എങ്ങനെയാണ് ഇക്കാര്യം ഞാൻ അവളോട് പറയുക? ഞാനൊരു കാര്യവും മോളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, ഇക്കാര്യം മോളോട് പറയണ്ട. ഇക്കാര്യം മോളറിഞ്ഞാൽ അവൾക്കത് താങ്ങാൻ കഴിയില്ല. എനിക്കറിയാം ഏട്ടാ, അതുകൊണ്ട് ആ കുട്ടിയോട് ഞാൻ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഏട്ടാ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഏതു നേരവും ചെവി കൂർപ്പിച്ച് നിൽക്കുകയാണ് ജലജയും ജാനകിയും അനാമികയും ഒക്കെ. എന്നെ കാണിക്കുന്നത് ജലജയും ജാനകിയുമാണ്. എന്നാലും ഈ നയന എവിടെ പോയി? ഇടത്തേക്ക് ഇത്രയൊക്കെ സംഭവിച്ചിട്ട് പോലും അവളെ 7 അകലത്ത് പോലും കാണുന്നില്ല. കിട്ടിയ ചാൻസിന് അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുകയായിരിക്കും. അല്ലാതെ എന്ത്? ഇടയ്ക്ക് ആ കനകദുർഗയും മോളും വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അനിമോനെ കാണാൻ വേണ്ടിയിട്ട്. അവനിവിടെ ഇല്ല എന്നറിഞ്ഞിട്ട് ആ നന്ദു പോയതാണ്. ഇടത്തിയുടെ എന്തെങ്കിലുമൊക്കെ ആകട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനും അനാമിക മോളും കൂടി നയനയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ കനകദുർഗയും വേണുവിനെയും അവരുടെ വീടിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ നാണം കെടുത്തും. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അതെ, അത് തന്നെയാണ് ജാനകി വേണ്ടത്. എന്തായാലും നമുക്ക് ഏട്ടത്തിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ബാക്കി ചെയ്യാം എന്നൊക്കെ പറയുകയാണ് ജലജ.